സന്ദീപ് വാര്യർ ഇനി KPCC ജനറൽ സെക്രട്ടറി. ഉപതെരഞ്ഞെടുപ്പിനിടെയായിരുന്നു BJP നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയത്. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥിയായിരുന്ന C കൃഷ്ണകുമാറിനും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനുമെതിരെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു സന്ദീപ് വാര്യർ ഉന്നയിച്ചത്. BJPയിൽ കടുത്ത അവഗണന നേരിട്ടതായി സന്ദീപ് തുറന്നു പറയുകയും ചെയ്തു. കോൺഗ്രസിലെത്തിയ സന്ദീപിന് വൻ സ്വീകരണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷനും K സുധാകരനും അടക്കമുള്ളവർ നൽകിയത്. ഇപ്പോഴിതാ സന്ദീപ് വാര്യരുടെ പദവി സംബന്ധിച്ച് KPCC പുനഃസംഘടനയ്ക്ക് മുമ്പ് തീരുമാനം വരുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ ധാരണയായി എന്നാണ് സൂചന. തീരുമാനം വൈകരുത് എന്നും സജീവ പ്രവർത്തനത്തിൽ ഇറങ്ങണമെന്നും സന്ദീപ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പാർട്ടി ഏത് പദവി തന്നാലും സ്വീകരിക്കുമെന്ന് AICC നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സന്ദീപ് വാര്യർ പ്രതികരിച്ചു. സംസ്ഥാന നേതൃത്വത്തിന് സർട്ടിഫിക്കറ്റ് നൽകേണ്ടയാളല്ല താനെന്നും തെരഞ്ഞെടുപ്പ് ചെയ്യാൻ നേതൃത്വത്തിനുള്ള അംഗീകാരമാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ഏകാധിപത്യ അന്തരീക്ഷത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് എത്തിയതിന്റെ ആശ്വാസത്തിലാണ് താനെന്നും സന്ദീപ് വാര്യർ പറയുന്നു. ദില്ലിയിലെത്തിയ സന്ദീപ് വാര്യർ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം സംസ്ഥാന തലത്തിൽ KPCC പുനഃസംഘടനയെ കുറിച്ച് ഇതുവരെ അന്തിമ ധാരണയൊന്നും ആയിട്ടില്ല. നിലവിലുള്ള ഭാരവാഹികളെ മാറ്റി പുതിയ ഭാരവാഹികളെ കൊണ്ടുവരണമോ അതോ അധികമായി പുതിയ ഭാരവാഹികളെ നിയോഗിച്ചാൽ മതിയോ എന്ന വിഷയത്തിലും വ്യക്തതയില്ല. KPCC പ്രസിഡന്റ് പദവി സുധാകരൻ ഒഴിയണമെന്ന ആവശ്യവും ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ പദവി നിലനിർത്തിക്കൊണ്ട് തന്നെ KPCCയിൽ സമ്പൂർണ്ണ അഴിച്ചുപണിയും DCC അധ്യക്ഷന്മാരെ ഉൾപ്പെടെ മാറ്റി DCCകളുടെ പുനഃസംഘടനയുമാണ് സുധാകരൻ ലക്ഷ്യമിടുന്നത് എന്നാണ് സൂചനകൾ. 1-2 ആഴ്ചകൾക്കകം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഉണ്ടാകും. ജനുവരിക്കപ്പുറം നീണ്ടുപോയാൽ പുനഃസംഘടന പിന്നീട് നടക്കാൻ സാധ്യതയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ കഴിയാത്ത വിഷയം കോൺഗ്രസിനെ ചിന്തിപ്പിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച നേട്ടം കൈവരിക്കാനായില്ല എങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അത് സാധ്യതകളെ ബാധിക്കുമെന്ന വിലയിരുത്തലുകളും കോൺഗ്രസിനും UDFനും ഉണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പാർട്ടിക്ക് ഉണർവ് നൽകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ നേതൃത്വം നിർബന്ധിതമാകും. ഇതിനിടെ ന്യൂഡൽഹിയിലെ AICC ആസ്ഥാനത്തെത്തി സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിനെ സന്ദീപ് വാര്യർ സന്ദർശിച്ചു. കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KPCC വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, AICC സെക്രട്ടറി PV മോഹൻ, KPCC സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ എന്നിവരും സന്ദീപ് വാര്യരുടെ ഒപ്പം ഉണ്ടായിരുന്നു.